ഒരു പുസ്തകം വായിച്ചതുകൊണ്ടോ ഒരു പ്രസംഗം കേട്ടതുകൊണ്ടോ ജീവിതത്തിന് പെട്ടെന്ന് മാറ്റം വന്നവരായ പലരുടെയും കഥ നാം കേട്ടിട്ടുണ്ട്. ജീവിതത്തിനൊരു പുതിയ അർത്ഥമോ ഒരു പുതിയ ഉദ്ദേശമോ വന്നതായി അവർക്ക് തോന്നുന്നു. അത് കാരണം ജീവിതയാത്ര ഒരു പുതിയ പന്ഥാവിൽ കൂടി തിരിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു. ഇത് പലർക്കും ഉണ്ടായിട്ടുള്ള അത്ഭുതകരമായ അനുഭവമാണ്. ജീവിതയാത്രയിൽ സാധാരണ നേരിടാവുന്ന ക്ലേശങ്ങളെ ലഘൂകരിക്കുന്നതിനും കഴിച്ചുകൂടാത്ത ദുഃഖങ്ങൾ സമാധാനത്തോടും ധൈര്യത്തോടും കൂടി അഭിമുഖീകരിക്കുന്നതിനും പരിശീലനം കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. ജീവിതയാത്രയിൽ മനുഷ്യനെ നേരിടുന്ന ഒരു വലിയ ശത്രു ഭയമാകുന്നു. കുട്ടിക്കാലം മുതൽ ജീവിതാവസാനം വരെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള ഭയം നമ്മെ വിടാതെ പിന്തുടരുന്നു. പള്ളിക്കൂടത്തിൽ പോയാൽ വാദ്യർ അടിക്കുമോ എന്ന ഭയം കുട്ടികളെ ശല്യപ്പെടുത്തുന്നു. കുട്ടികളുടെ ദേഹസ്ഥിതിയെപ്പറ്റിയും ഭാവിയെപ്പറ്റിയും അമ്മമാർ ഭയപ്പെടുന്നു. ജോലി സംബന്ധമായ ഭയം അച്ഛനെ പിടികൂടുന്നു. ഭയാകുലരായ മനുഷ്യരെ അല്ലാതെ എവിടെ നോക്കിയാലും കാണുന്നില്ല. ഭയം പാടെ അകറ്റാൻ ചെറുപ്പം മുതൽക്കുള്ള പരിശീലിക്കണം. നമ്മുടെ വളർച്ചയ്ക്ക് ഭയത്തെപ്പോലെ അത്ര വലുതായ ഒരു പ്രതിബന്ധം മറ്റൊന്നില്ല. ജീവിതായോധനത്തിൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നവർ നിർഭയരായിരിക്കണം. നമ്മുടെ പ്രവൃത്തികളെ അല്ലാതെ മറ്റൊന്നിനെയും നാം ഭയപ്പെടേണ്ടതില്ല. യജമാനനും വേലക്കാരനും മുതലാളിയും തൊഴിലാളിയും മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനും എല്ലാം മനുഷ്യരാണ്. അവരുടെ ജോലികൾ വ്യത്യസ്തങ്ങളായിരിക്കും. സ്ഥിതിക്കും മാറ്റമുണ്ടായിരിക്കാം. പക്ഷേ ഒരു കൂട്ടർ മറ്റവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് നിർഭയം നിറവേറ്റുക. ഫലം എന്തു തന്നെയായാലും ധൈര്യം കൈവിടാതിരിക്കുക. അതാണ് ജീവിതയാത്രയിൽ മുഖ്യമായി ഓർക്കേണ്ടത്. അന്യരുടെ ഭാരം ലഘൂകരിക്കാനുള്ള സന്നദ്ധതയാണ് നമുക്കുണ്ടായിരിക്കേണ്ട മറ്റൊരു ഗുണം. ഏതെല്ലാം തരത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾ നാം ദിനേന കാണുന്നുണ്ട്. അവരിൽ ചിലരുടെ വേദനയെങ്കിലും ചുരുക്കുന്നതിനോ ഇല്ലായ്മ ചെയ്യുന്നതിനോ നമുക്ക് സാധിക്കുകയില്ലേ? മനസ്സ് തപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്നേഹിതനെ സാന്ത്വന വാക്കുകൾ പറഞ്ഞ് സമാധാനപ്പെടുത്തി കൂടെയോ? അർഹിക്കുന്നവർക്കെല്ലാം ധനസഹായം ചെയ്യുവാൻ ഒരാൾക്ക് സാധിച്ചെന്ന് വരില്ല. എന്നാൽ ആൾ സഹായവും നല്ല വാക്കും നല്ല ഉപദേശവും കൊണ്ട് അവരുടെ താപത്തിൻ്റെ ശക്തി കുറക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഉപജീവനത്തിന് മാത്രമായി ജോലി ചെയ്യുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ പാടില്ല. ലോകോദ്ധാരണത്തിന് സഹായിക്കുന്നവരെ പ്രവൃത്തിയിലും ഏർപ്പെട്ടിരിക്കണം. അതാണ് നാം ഓർക്കേണ്ട വേറെ ഒരു കാര്യം. എല്ലാവരും അവരവരുടെ ഉപജീവനത്തിന് ആവശ്യമായ ജോലി മാത്രമേ നോക്കുകയുള്ളൂവെങ്കിൽ ലോകം ഇന്ന് ഈ നിലയിൽ എത്തുമായിരുന്നു. പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിക്കുന്നതിനും ആസ്പത്രികൾ സ്ഥാപിക്കുന്നതിനും ഗ്രന്ഥമന്ദിരങ്ങൾ ഏർപ്പെടുന്നതിനും ലോകരുടെ പൊതുഗുണത്തിന് ആവശ്യമായ മറ്റനേകം കാര്യങ്ങൾ നേടുന്നതിനും സ്വാർത്ഥലാഭേച്ഛതയില്ലാത്ത കൊണ്ടാണല്ലോ ഇന്നു നാം ഈ നിലയിലെത്തിയിട്ടുള്ളത്. എളിയവനും വലിയവനും സാധാരണ ജോലിക്കു പുറമെ അവരുടെ വാസനയ്ക്കും പ്രാപ്തിക്കും അനുസരിച്ച് പൊതുനന്മക്കാവശ്യമായ വല്ല കാര്യങ്ങളും ഏർപ്പെടുത്തുവാൻ സാധിക്കും. എൻ്റെ ജീവിതകാലത്ത് എനിക്ക് ഇന്നത് സാധിക്കണമെന്നുള്ള മോഹം ഓരോരുത്തരും ഉണ്ടായിരിക്കണം. മറ്റൊന്നുകൂടി നാം ചെയ്യേണ്ടതുണ്ട്. ജ്ഞാനസമ്പാദനത്തിലുള്ള ആഗ്രഹം ദിവസം പ്രതി വർദ്ധിപ്പിക്കണം. വിവിധ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ ആയിരക്കണക്കായി അടിച്ചു പ്രസിദ്ധം ചെയ്യുന്ന ഈ കാലത്ത് അജ്ഞാനാന്ധകാരത്തിൽ ദിവസം കഴിയുന്ന മനുഷ്യൻ തന്നോടും സമുദായത്തോടും വലിയ അപരാധമാണ് ചെയ്യുന്നത്. പണവും പദവിയുമല്ല മനുഷ്യനെ ഉയർത്തുന്നത്. അറിവും ഹൃദയശുദ്ധിയുമാണ്. പക്വമായ ജ്ഞാനവും പരിശുദ്ധമായ മനസ്സും ജീവിതയാത്രയിൽ നമ്മെ സഹായിക്കുന്ന രണ്ട് മിത്രങ്ങളാണ്. നമ്മിൽ ഓരോരുത്തരിലും അന്യ വിരുദ്ധങ്ങളായ രണ്ട് സ്വഭാവങ്ങൾ കാണാം. ഒന്ന് മേൽപോട്ട് ഉയരുവാനുള്ള ആഗ്രഹവും മറ്റേത് കീഴ്പോട്ട് പോകുവാനുള്ള വാസനയും. ഒന്ന് ധാർമ്മിക ബോധം നമ്മിൽ ഉണർത്തുന്നു, മറ്റേത് മൃഗീയ വികാരം നമ്മിൽ ഉണർത്തുന്നു. ഒന്ന് നീതിക്കും ന്യായത്തിനും അനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മോട് അഭ്യർത്ഥിക്കുന്നു, മറ്റേത് അല്പസുഖവും സ്വാർത്ഥലാഭവും തേടുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇത് നമ്മിൽ ഓരോരുത്തരിലും കാണുന്ന സ്വഭാവമാണ്. നിർഗിഷ്ടനായ ഒരു മനുഷ്യനിൽ ചിലപ്പോൾ ഉത്കൃഷ്ടമായ വികാരങ്ങൾ ഉദിക്കുന്നത് കാണാം. ശ്രേഷ്ഠനായ ഒരുവനിൽ ചിലപ്പോൾ ഹീനവികാരങ്ങൾ കടന്നുകൂടുന്നതായും കാണാം. ഒന്നിനെ വളർത്തുക, മറ്റേതിനെ എതിർക്കുക. ഒന്നിനെ സ്വാഗതം ചെയ്യുക, മറ്റേതിനെ ബഹിഷ്കരിക്കുക. ചിന്തയും ഉദ്ദേശവും സ്വഭാവവും ഒരുപോലെ ഉയർത്തുവാൻ ശ്രമിക്കുക. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്ര ഉത്കൃഷ്ടമായ നിലയിൽ ജീവിക്കുവാൻ കഴിയുമോ അത്ര ഉത്കൃഷ്ടമായ നിലയിൽ ജീവിക്കുവാൻ ശ്രമിക്കുവിൻ എന്ന് മഹാകവി
ലോങ്ഫെല്ലോ ഒരധ്യാപകനായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞത് ശ്രദ്ധേയമായ ഒരു ഉപദേശമാണ്. എങ്ങനെയെങ്കിലും ദിവസം കഴിച്ചു കൂട്ടണമെന്ന വിചാരത്തോടു കൂടിയല്ല ഓരോ ദിവസത്തെയും പ്രവൃത്തിയിലേർപ്പെടേണ്ടത്. ജീവിതം ഗൗരവമേറിയ ഒരു ബാധ്യതയായി കരുതണം. കാലത്ത് പ്രാതൽ കഴിഞ്ഞ് ജോലിക്ക് പുറപ്പെടുന്ന അവസരത്തിൽ ജീവിതയാത്രയിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന വിചാരം നമുക്കുണ്ടായിരിക്കണം. ധൈര്യത്തോടും ഉത്സാഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ജീവിതയാത്ര തുടരുവാൻ നമ്മുടെ മതവും തത്വജ്ഞാനവും അറിവും ലോകപരിചയവും നമ്മെ സഹായിച്ചില്ലെങ്കിൽ അവ കൊണ്ടെല്ലാം എന്തു പ്രയോജനം? വിചാരിച്ച കാര്യങ്ങൾ നേടുവാനുള്ള ശക്തി എനിക്കുണ്ട്. ജയം എൻ്റെ ജന്മാവകാശമാണ്. ഞാൻ ഭീരുവല്ല. എതിർപ്പിനെ ഭയന്നൊരിക്കലും പിന്മാറുകയില്ല. പ്രതിബന്ധങ്ങൾ എൻ്റെ നിശ്ചയത്തെ ഒന്നുകൂടി ബലപ്പെടുത്തുകയുള്ളൂ. എൻ്റെ ബന്ധുക്കൾ എന്നെ സഹായിക്കും. എൻ്റെ സ്നേഹിതന്മാർ എന്നെ ഉത്സാഹപ്പെടുത്തും. മറ്റൊരുത്തൻ നശിപ്പിക്കണമെന്ന വിചാരം എനിക്കില്ല. എങ്ങനെയെങ്കിലും ദ്രവ്യമാർജിക്കണമെന്ന ആഗ്രഹവും എനിക്കില്ല. ജീവിതയാത്രയിൽ മനുഷ്യരുടെയും മറ്റുള്ള ജീവികളുടെയും ഭാരത്തെയും താപത്തെയും കുറക്കുവാൻ ഞാൻ ഉപകരിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രസന്നവതരായി നാം